ഇങ്ങനെ അടുത്ത ഒരു ലൊക്കേഷനിലോട്ട് വന്നേക്കുന്നത് അമ്മച്ചി കൊട്ടാരത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി വെച്ച് അപ്പോൾ ഇവിടെ വരെ വണ്ടി വരും. ഈ കാണുന്ന വഴിയാണ് ആ കൊട്ടാരത്തിലോട്ട് പോകേണ്ടത്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഏരിയ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കുഴപ്പം മാത്രമുണ്ട്. പിന്നെ കയറി ചെന്നാലും അവിടെ ആരും കാണത്തൊന്നുമില്ല. അപ്പോഴത്തേക്ക് വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് വരാതെ ആരിലൊക്കെ കൂട്ടി വരിക. ഇതിലെ കയറി വന്നപ്പോഴത്തേക്ക് ഈ വലത്തെ സൈഡിൽ നമ്മളൊരു മാനിനെ കണ്ടു. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അത് പെട്ടെന്ന് ഓടിപ്പോവും. അപ്പോൾ ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ അമ്മച്ചി കൊട്ടാരം നോക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരു അപ്പച്ചനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ പെർമിഷനൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ വൈഫും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ ഇനിയും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലായിരുന്നു. വെളിയിൽ കുറച്ച് നേരം ഒന്ന് സമയം ചിലവഴിച്ചിട്ട് തിരിച്ചു പോരുവാണ്. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇനി വേറെ എങ്ങും കയറുന്നില്ല. നേരെ ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ പോയേക്കുവാണ്. അങ്ങനെ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. കുറച്ച് നേരം ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ ഈ വലത്തെ സൈഡിൽ കാണുന്നത് ഒരു കഫേയാണ്. അപ്പം ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതൊരു 3 മണി കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരം മാത്രമേ അമ്മച്ചി കൊട്ടാരത്തിലോട്ടുള്ളൂ. അപ്പം കുട്ടിക്കാനൊക്കെ വരുന്നവർ അമ്മച്ചി കൊട്ടാരം കാണുവാൻ ശ്രമിക്കുക.